തബൂക്ക് പോകുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു പക്കത്തെ മുട്ട എത്തുമ്പോ ആ പക്ക ഏത് കൊണ്ടുണ്ടാ പണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ ഒരു സമൂഹം ആ സമൂഹത്തെ പേരായിട്ടിക്കിട് സമൂദ് ആ സമൂദ് ചൊല്ലുടെ വിഭാഗത്തങ്ങളെ അകവുള്ള പക്ക അങ്ങുക അല്ലാഹുടെ അസാബു ഇൽഞ്ഞി വന്ന പക്ക അല്ലാഹുടെ അസാബു അങ്ങുക ഇൽഞ്ഞി വന്ന പക്ക ആ പക്കത്തുക എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു ആ പക്കത്തുക എത്തിയെങ്കില് ഔഡ്ര തന്നി നിങ്ങ കുടിക്കുക തീറാ അത് അല്ലാഹുടെ അസാബു ഇൽഞ്ഞ പക്ക അല്ലാഹുടെ അസാബ് ഇൽഞ്ഞ പക്ക സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ ഒട്ടിಗೆ അണ്ടത്തെ ആൽമാറ് ചൊന്നാറ് ഒരു വലിയ പാറക്കല്ല് കാട്ടിട്ട് ചൊന്നാറ് ഈ പാറക്കല്ലുടെ ഉൾഗത്തെ ഒരു ഒൻറ്റട കൊമ്പറണു അങ്ങനെ ടായങ്ങ നങ്ങ നമ്പുട അല്ലാഹുലു നമ്പിക്ക വയ്ക്കടാ സ്വാലിഹ് നബി അലൈഹിസ്സലാം അതാ ഒൻറ്റട ഒരു പാറക്കല്ലുടെ ഉൾഗ ഒരു ബണ്ടക്കല്ലുടെ ഉൾഗത്തെ മുഅ്ജിസത്ത് മുഖാന്തര പാത ഒൻറ്റട പർത്തുകൊമ്പുണ്ട് അല്ലാഹു ചൊന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ സമൂഹത്തൊട്ടിಗೆ ആ ഒൻറ്റട നിങ്ങ ഉപദ്രാക്കുക തീറാ അത് മുഅ്ജിസത്ത് കൊണ്ട് കിട്ടിയ ഒൻറ്റെ സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ സമൂഹ യന്ത്രാക്കിയാറ് ഒന്നുണ്ട ആ ഒൻറ്റട അങ്ങ് അർത്താറ് അർത്തുപുട്ടാറ് അല്ലാഹുടെ അസാബു ഇൽഞ്ഞി ബന്ത് ആ റായത്തങ്ങ് ധിക്കാര കാട്ടിയപ്പ അല്ലാഹു തആല വലിയ ഒരു കൊടുങ്കാറ്റ് കടത്തിയ ഫഅഖദതുഹും സ്വൈഹാ ആ കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു സ്വാലിഹ് നബി അലൈഹിസ്സലാമുടെ സമൂഹത്തെ നശിപ്പിച്ച ആ പക്ക ആയിട്ട് കിടത് അല്ലാഹുടെ അസാബ് ഇൽഞ്ഞി വന്ന പക്ക ആ പക്കത്ത് എത്തിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബത്തരട്ട ചൊന്തുല്ല തശ്റബു മിൻ മാഇഹാ ഔഡ്ര തന്നി കുടിച്ചിരണ്ട ചൊന്തു നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്താ കാരണം ഹറാമുങ്ങ നടന്ന പക്കത്തെ തന്നി കുടിച്ചെങ്കിൽ ബറക്കത്തില്ലാട്ട് നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ ഹറാമു നടന്ന പക്കാണ്ടായെങ്കിൽ ആ പക്കത്തെ തന്നി കുടിച്ചെങ്കിൽ ബറക്കത്തില്ലാട്ട് നബി മുഹമ്മദ് മുസ്തഫ ഇനിയിപ്പോ ആ പക്ക തേടി നടക്കൂ വേറെ പക്ക വേണ ഏത് ഹറാമുടെ പക്ക തേടി നടക്കൂ വേറെ പക്ക വേണാണ്ട് വേണ്ട ഞങ്ങൾ ഔത്ര ഉൽഗമേ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ഞങ്ങൾ ഔത്ര ഉൽഗ എന്താ കാരണം ജാ ഉറങ്ങുമ്പോ മാപ്പിളയുടെ കയ്യിൽ ഒരു മൊബൈല് പെഞ്ഞയുടെ കയ്യിൽ പിന്നെ ഒരു മൊബൈൽ ഉറങ്ങണ ഇവിടെ ജണ്ടാൽ ഒട്ടിಗೆ ഉറങ്ങുമ്പോ അപ്പറ ഒരു പൽക്ക ഉണ്ടാ ഒരു മുഖ നോക്കലുണ്ടാ ഒരു തമാശ പോലക്കറിയുണ്ടാ ഒരു എന്ത് നിമ്മ റാഹത്ത ഒന്നുണ്ടാ ഇയാളുടെ എന്തേ ഒരു റാഹത്ത നിങ്ങക്ക് റാഹത്ത എന്ത് റാഹത്തല്ല റായത്ത് ഒരു റാഹത്തും ഇല്ല പിന്നെന്തൊരു വിഷയ മാപ്പിളുടെ കയ്യിൽ ഒരു മൊബൈൽ ഇതൊക്കെ നിങ്ങൾ നോക്കൂ ഇതല്ലേ നടന്നിട്ടുള്ള ഇതല്ലേ ഇപ്പൊ എല്ലാം ചൊല്ലോ ടൈമില്ല നാന്നെ വാൾ നിപ്പാട്ടിയ 10 ഗಂಟೆಗೆ നിപ്പാട്ടോണേ അപ്പൊ അതുകൊണ്ട് ഒരു കയ്യിൽ ഒരു മൊബൈല് മാപ്പിളുടെ കയ്യിൽ ഒരു മൊബൈൽ പെഞ്ഞയുടെ കയ്യിൽ പിന്നെ ഒരു മൊബൈല് എന്നിട്ട് പെഞ്ഞ അതിലിങ്ങനെ നോക്കിയോണ്ടുള്ളു എന്ത്ര നോക്കണമോ പടച്ച റബ്ബു എന്ത്ര നോക്കണോ മാപ്പിളുടെ കയ്യിലെ മൊബൈൽ മാപ്പിള മൊബൈൽ ഇങ്ങനെ നോക്കിയോണ്ടുള്ളു ഓൾ ആറട്ടമാ ചാറ്റിങ് അവൻ ആറട്ടമാ ചാറ്റിങ് അല്ല ഹലാലാക്കിയത് ഒത്തുലുണ്ടുടെ അല്ല ഹലാലാക്കിയത് ഒത്തുലിക്കുമ്പോ ഓലുകും അല്ല ഹലാലാക്കിയത് ഒത്തുൽ അവിടെ ഉണ്ടോ അവനും അല്ല ഹലാലാക്കിയ ഒത്തു ഇവിടെ ഉണ്ടോ ആ ഹലാല് വിട്ടിട്ടു ഓൺ ആറട്ടമാ ഓൾ ആറട്ടമാ അപ്പൊ ഈ ഹറാമിയുടെ പക്ക ഞങ്ങൾ ഔത്ര ഉൾകണ്ടല്ലെങ്കിൽ വേറെ എന്തു വേണം ഇതുപോലെയല്ലേ മുസ്ലിം ബാലക്കാര ഞങ്ങളെ മക്കങ്ങ അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി തരട്ടെ ഒന്ന് ജോർ ആമീൻ ചൊല്ലൊരു വലിയ കഷ്ടത്തില് അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി തരട്ടെ ഇപ്പൊ ഗാഞ്ച ഗാഞ്ചത്തത് ലഹരി പദാർത്ഥത്തിൽ പെടോണ ബേണ്ടേജ് ഒന്നിട്ടു ഐക്യരാഷ്ട്രസഭ ചർച്ചയ്ക്ക് റെഡിയായിരുള്ള എങ്ങനെയൊക്കെ അവസ്ഥ ഏത് എന്റെ ഏറ്റവും വലിയ സമസ്യ എന്താ ഞങ്ങളെ ഉമ്മത്തര ഈ സമുദായത്തെ സമസ്യ ഗാഞ്ച ഞങ്ങളെ മക്ക ഗാഞ്ചത്ത് അഡിക്റ്റ് ആയോണ്ടുള്ളാർ അള്ളാഹു നല്ല മക്കാക്കി തരട്ടെ പക്ഷെ ഇപ്പൊ ഐക്യരാഷ്ട്രസഭ ഒരു ചർച്ചക്ക് ഒരുങ്ങുന്നു മുന്നേ ഒരു അഡ്വക്കേറ്റ് ഒരു ഇത് കാട്ടി തന്ന നക്ക് ഒന്നുമൊത്ത് വാള് പോയപ്പ എന്താ ഐക്യരാഷ്ട്രസഭ ഒരു ചർച്ചക്ക് ഒരുങ്ങിയിട്ടുള്ളേ എന്തോ എന്നെങ്കിൽ ഈ ഗാഞ്ച ചൊല്ലുടെ ബസ്തര് ലഹരി പദാർത്ഥത്തിൽ പെടോണ
അപ്പൊ പെട്ടിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ എന്താവും ഞങ്ങളെ റായത്തെ അവസ്ഥ? നന്റെ മോണ് ഗാഞ്ച യൂസ് ആക്കിയെങ്കിൽ അവന്റെ ശിക്ഷിക്കുകയില്ല, അധികാരം ഇല്ല. അങ്ങനത്തെ ഒരു നിയമം വന്നെങ്കില് നാനിത് ഈ സംസ്ഥ ചെറിയ മക്ക പഠിക്കട കേന്ദ്രായതുകൊണ്ടു ഞങ്ങളെ മക്കൾക്ക് നല്ല ആധ്യാത്മികമായ ഇൽമ കൊടുക്കണു, ഞങ്ങളെ മക്കൾക്ക് നല്ല പഠിപ്പ് കൊടുക്കണു. നാ ചൊന്നോണ്ട് വന്ന് ഞങ്ങളെ മക്ക തെറുതപ്പുക തീരല്ലേ ഇത് വിചാരിച്ചിട്ടായിട്ടിക്കട നാ ചൊന്നോണ്ടുള്ളോ. സുബ്ഹാനല്ലാഹ്, ചെറിയ മക്കളെ സ്കൂളുകൾ കടത്തുക ധൈര്യ പറയാത്ത കാല. ചെറിയ മക്ക വലിയ മക്കെന്തു അല്ല. മുഞ്ഞാണ്ടൊരുനാൾ നാനൊരു മോത്ത് പോയപ്പോ ഒരബ്ബടെ കിടാവ് സ്കൂളിൽ പഠിച്ചോണ്ടുള്ളാര്. സ്കൂള് എത്രാം ക്ലാസ് കൊണ്ടുണ്ട്? 2ನೇ ക്ലാസ്. ഇംഗ്ലീഷ് മീഡിയം 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചോണ്ടുള്ള പെണ്ണുമോലോ ഈ അപ്പ നണ്ടയില് ചൊല്ല ഉസ്താദേ ഒരു നാല് നണ്ട മോള് സ്കൂള് കഴിഞ്ഞിട്ട് ഔത്തുക പറയുമ്പോ നണ്ടയില് ചൊന്നാല് പാപ്പാ ഞങ്ങളെ ക്ലാസ്സില് ആണമക്ക ഒരു ഭാഗത്തിൽ തയ്ക്കട, പെണ്ണുമക്ക പിന്നെ ഒരു ഭാഗത്തിൽ തയ്ക്കടോ. ആണമക്കര ഭാഗത്ത് ആണമക്ക അങ്ങനെ കൈ കൊണ്ടിട്ട് എന്തമാ സിഗ്നൽ കാട്ടാറുള്ള. ഈ പെണ്ണ് കിടാവ് കഥാർത്ഥായിട്ടില്ലേ ഓല് 2ാം ക്ലാസ്സിലല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, പെണ്ണ് മക്കളെ ഭാഗത്ത് ആണമക്ക അങ്ങ് ഏത് മക്ക ചെന്നോണ്ടുള്ളൂ 10ാം ക്ലാസ്സിലെ മക്ക അല്ല. ഉമ്മമാരെ ദ്വാരക്കുക ചൊന്നെങ്കിൽ മെയ്യാവാ. നന്റെ മോന് SSLCയില് ഇപ്പൊ അവനക്ക് മിഡ് എക്സാമിനേഷൻ ആയോണ്ടുണ്ടു. ഉസ്താദേ നന്റെ മോനുക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുകോ. 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം ഉമ്മ? അതേ ടൈമിൽ നന്റെ മോന് അല്ലാഹുടെ പേടിക്കിട മോണാവണ്ട്, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കിട മോളാവണ്ട്. ഈ ബാപ്പ ചൊല്ലു നന്റെ മോള് വന്നിട്ട് അവളുടെ ക്ലാസ് റൂമിലുള്ള ആണമക്ക കൈ കൊണ്ടിട്ട് കാട്ട സിഗ്നൽ കാട്ടിയപ്പോ നന്റെ കൽബ് നൊമ്പലായി പോയി. വ്യഭിചാരത്തുകൊള്ള സിഗ്നല്, സിനത്തുകൊള്ള സിഗ്നല്. ആ ക്ലാസ് റൂമില് 2ാം ക്ലാസ്സിൽ ദയിക്കട മക്ക നിങ്ങൊന്ന് വിചാരിച്ചു നോക്കറോ. 2nd PUC മക്കറ ಬಗ್ಗೆ അല്ല നാ ചൊന്നോണ്ടുള്ളൂ. ഡിഗ്രിയിൽ പഠിക്കട മക്കളെ വിഷയല്ല നാ ചൊന്നോണ്ടുള്ളൂ. 2ನೇ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചോണ്ടുള്ള മക്കളെ ಬಗ್ಗೆ ഞങ്ങളെ മക്കളെ ಬಗ್ಗೆ ഞങ്ങൾ നിരിക്കണ്ടേ, ഞങ്ങളെ മക്കളെ ಬಗ್ಗೆ ഞങ്ങൾ ചിന്തിക്കണ്ടേ. ഞങ്ങളെ മക്കൾക്ക് ഇതുപോലത്തെ പഠിക്കുക ഒരു കേന്ദ്രം വേണ്ടേ, ഇതുപോലത്തെ സംസ്ഥങ്ങ വേണ്ടേ. ആ സംസ്ഥരൊട്ടിಗೆ ഞങ്ങൾ നിൽക്കണ്ടേ, അതിനെ ഞങ്ങൾ സഹായിക്കണ്ടേ, അതരൊട്ടിಗೆ ഞങ്ങൾ സഹകരിക്കണ്ടേ. അല്ലാഹു തആല നമുക്കത് തൗഫീഖ് തരട്ടെ. ഇക്കട്ടെ നാ ചൊന്ന വിഷയം മറക്കണ്ട. ഞങ്ങളെ ഔത്തുറ ഉൽഗരിച്ചിട്ട് മൊബൈലിലെ ഹറാമ് നോക്കട മോണുണ്ടായെങ്കിൽ ഞങ്ങളെ അകലെ ഹറാമ് നടക്കട പക്ക. ഞങ്ങളെ ഔത്തുലരിച്ചിട്ട് ഞങ്ങളെ മക്ക മൊബൈലിലെ ഹറാമ് നോക്കിടാറുണ്ടായെങ്കിൽ നന്റെ ഔത്തുറ ഉൽഗ ഹറാമ് നടക്കട പക്ക അല്ലേ. ആ ഔത്തുറ ഉൽഗത്തന്ന അതാ തന്നെയല്ലേ നാ കുടിക്കിടോ. ആ ഔത്തുറ ഉൽഗത്തെ കലത്ത തന്നെയല്ലേ നാ കുടിക്കിടോ. ആ ഔത്തുല് വെച്ചിട്ടുള്ളേ അതേ ബോട്ടിലുടെ തന്നെയല്ലേ നാ കുടിക്കിടോ. ഹറാമ് നടന്നിട്ടുള്ള പക്കത്തെ തന്നെ കുടിച്ചെങ്കിൽ ലൈഫില് ബറക്കത്തില്ലല്ലേ. സമൂദ് ഗോത്രത്തങ്ങളെ ഔത്തുറ മുട്ടത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്തു, നിങ്ങ ഈ തന്നെ കുടിക്കണ്ട. ഇനി 2ാമതായിട്ട് ചൊന്തു, ഈ പക്കത്തില് നിങ്ങ പോകുമ്പോ ഒർത്ത പോകോ തീറാ, ഒർത്ത പോകോ തീറാ. അങ്ങനെയൊക്കെ കൊറിയ പക്ക ഒർത്ത പോത്തീറ, ഒർത്ത പോത്തീറ അങ്ങനത്തെ പക്ക ഇക്കട് കൊറിയ പെണിങ്ങുണ്ടായി ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് നടന്ന് പോയിട്ട് പിന്നെ വന്ന് നോക്കുമ്പോണ്ട് മുണ്ടാട്ടമേ ഇല്ല, മുണ്ടാട്ടമേ ഇല്ല. എന്തല്ല പൊയ്യെറിഞ്ഞിറില്ല. പൊയ്യ ആരെറിഞ്ഞിരോ പൊയ്യ? പൊയ്യെറിഞ്ഞിരല്ലാണ്ട് അങ്ങനെ പൊയ്യെടുക്കപ്പാ പൊയ്യെറിഞ്ഞിര. ഞാൻ ഇൻസൾട്ട് ആക്കടല്ല, അങ്ങനത്തെ കുറെ പക്ക ഉണ്ടു അല്ലെ. ഈ പക്കത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്തു, ഈ പക്കത്തിൽ നിങ്ങൾ പോകുമ്പോ ഒർത്ത പോത്തീറാ ഇല്ല മഅ സാഹിബില്ലാ, ഒട്ടിಗೆ ഒരാളില്ലാണ്ട് ഒർത്ത പോത്തീറാ. ആ പക്കത്തെ ഷർറ് നിങ്ങളെ തടിക ചിലപ്പോ പത്തോ ചാൻസ് ഉണ്ട്. അല്ലാഹു നല്ല ബുദ്ധി തരട്ടെ. പക്ഷേ എല്ലാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന പോലെ ആക്കിയാറ്. പക്ഷേ 2 ആള് മാത്രം എന്താക്കിയാറ് കൊണ്ടുണ്ടാ, 2 ആള് 2 തെറുകു പോയാറ്.
ഒരാളെങ്കിൽ എന്താ ഒരു അകത്യ വന്നപ്പോ അപ്പുറം പോയിട്ട് ഒർത്തനെ പോയിട്ട് പിന്നെ ഒരാളെ അയാളുടെ ഒണ്ട കാണാണ്ടായപ്പോ ഒണ്ടയുടെ പിറവ് ഒണ്ടതയുടെ പോയിട്ട് നബി തങ്ങ ചൊന്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പക്കത്തേക്ക് എത്തിയെങ്കിൽ നിങ്ങൾ ഇല്ല സ്വാഹിബില്ല ഒട്ടിಗೆ ഒരാളൊട്ടിಗೆ അല്ലാണ്ട് നിങ്ങൾ പോത്തീറാൻ. പക്ഷെ അയാൾ ഒർത്തനെ അപ്പുറം പോയിട്ട് ഇയാൾ ഒർത്തനെ ഇപ്പുറം പോയിട്ട് പോയപ്പോ എന്തായിട്ട് അയാളുടെ പെരടിക്ക് ഒരു അടി കിട്ടിയിട്ട് ആരടിച്ചേണ്ട് പോന്നില്ല പെരടി ഒരു അടി. ഇയാൾക്ക് എന്തായിട്ട് ഇയാൾ ഒരു കാത്ത് വന്നിട്ട് ഒരു കൊമ്പോയിട്ട് ഒരു ഇടൽ ഒരു മോത്തുകു. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളട്ട് ചൊന്നാറ്, നബിയെ ജണ്ടാൽമാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ആയിട നബിയെ. അപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബത്തരട്ട കേട്ടിട്ട്, അല്ല സ്വഹാബത്ത്, അലം അൻഹകും അലം അൻഹകും അലം അൻഹകും, ഞാൻ നിങ്ങളൊട്ട് അങ്ങനല്ലേ ചൊന്നേ സ്വഹാബത്ത്. ഈ പക്കത്തേക്ക് എത്തിയെങ്കിൽ നിങ്ങൾ ഒർത്തമേ പോകത്തീറാ, ഒരാള് ഒട്ടികയില്ലാണ്ട് ഒർത്തമേ പോകത്തീറാണ്ട് ഞാൻ ബെർദക സ്വഹാബത്തെ ചൊന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ കൽത്തു നൊമ്പലായ അയാളെ വിളിച്ചിട്ട് തങ്ങ മന്ത്രിച്ചു കൊടുത്തു. തങ്ങ മെല്ലെ ആ കൽത്ത് കൊന്ന് കൈവച്ചിട്ട് തങ്ങ കൈവച്ചെങ്കിൽ പിന്നെ ഷിഫ അല്ലേ. കം അബ്റ അത്വസ്ബൻ ബില്ലം സിറാഹതുഹു വഅത്ലഖത് ആരിബൻ മിർബഖത്തിൽ ലമമി. ജോർ ചൊല്ലറൊരു സ്വലാത്ത് നോക്കാം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പിന്നെ ഇയാളെവിടെ പോയിട്ട് കാത്ത് വന്നിട്ട് ഒരാളെ ബൽച്ചെറിഞ്ഞിട്ടിന്തല്ലേ, അയാളെവിടെ പോയിട്ട് ആ ഗുഡ്ഡയുടെ മുട്ട ഉള്ള ഗോത്രത്തെ ആൽമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ മദീനത്തേക്ക് വന്നപ്പോ ഈ ആലെ കുട്ടിയോൻ വന്നിട്ട് തങ്ങളെ മുട്ട പുട്ടാറ്.